ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ പൊടിക്കുഞ്ഞുങ്ങളല്ല, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ വീട്ടിലെ എല്ലാവരെയും തന്നെ അമ്മയും അച്ഛനടക്കം സഹോദരങ്ങളെയും മുഴുവൻ പേരെയും നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ ഈ ദത്തെടുക്കാൻ തയ്യാറായി ഒരുപാട് പേർ രംഗത്ത് വരുന്നു. അത് എത്ര ജെന്യുയിൻ കേസുകളുണ്ട് എന്ന് നമുക്ക് ആ രൂപത്തിൽ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ ദത്തെടുക്കൽ വലിയ നൂലാമാലകളാണല്ലോ, വലിയ നടപടിക്രമങ്ങളാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് വേഗത്തിൽ നടപ്പാക്കാനാകുക? ഇതൊരു പ്രത്യേക കേസായി എടുത്തുകൊണ്ട് ശരിയായ ആളുകളിലേക്കാണ് ഈ കുട്ടികൾ എത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതിന് പ്രത്യേകമായി ആരെങ്കിലും ഒക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് സമയമെടുത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. സമയമെടുത്ത് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാമ്പിലുള്ളവർ, ആശുപത്രിയിലുള്ളവർ, ഇവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അനാഥർ എന്നുള്ള നിലയിലൊരു കണക്ക് എടുത്തിട്ടുണ്ട്. ആ കണക്ക് തന്നെ പരിശോധിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ നമുക്ക് സമയമെടുത്ത് തന്നെ ചർച്ച ചെയ്ത് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇടപെട്ട് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അത് ആ നിലയിൽ തന്നെ ചെയ്തു പോകാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുന്നു. മുണ്ടക്കൈ പോലുള്ള മേഖലകളിൽ അത് ജനവാസ കേന്ദ്രമാക്കേണ്ടതില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. പക്ഷേ ആളുകൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്നത്, നേരത്തെയും പരിസ്ഥിതിലോല പ്രദേശമാണെന്ന് അറിഞ്ഞിട്ടും അവിടെ മാറാൻ ആരും തയ്യാറാകാതിരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകൾ ഇനി ജനവാസം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തേണ്ടതല്ലേ? മാത്രമല്ല, ഇനി ഇത്തരം ദുരന്തങ്ങൾ, ഈ മഴ മുന്നറിയിപ്പ് സംവിധാനമുണ്ട് നമുക്ക്, പക്ഷേ ഈ തരത്തിൽ ഈ മണ്ണൊലിപ്പ്, അതുപോലെ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളിലൊരു മുന്നറിയിപ്പ് സംവിധാനം, അതിനൊക്കെയുള്ള ആലോചനകൾ എത്ര വേഗത്തിൽ ആകും ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്? കൃത്യമായി നമ്മൾ സമയമെടുത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്, നിലപാടുകളാണ്. ആ നിലയിൽ തന്നെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ അതിലൊരു കാര്യം, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് പൊതുവെ കൈക്കൊള്ളുന്നത്. എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള ഇടപെടൽ നടത്തുക. അതിൽ പരമപ്രധാനമാണ് ക്യാമ്പിലും അതുപോലെ തന്നെ ആശുപത്രിയിലുമൊക്കെയുള്ള ഈ മനുഷ്യരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളത്. അത് കേട്ടുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുക. അത് കേൾക്കുക എന്നുള്ളത് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ട് കുറച്ച് സമയമെടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. ആ നിലയിൽ തന്നെ അവരുടെ കൂടി അഭിപ്രായം പരിപൂർണമായി എടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേർ സഹായഹസ്തവുമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരുപാട് ധനസഹായം വരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടൊക്കെ വേറെ രീതിയിൽ പ്രചാരണം നടത്തുന്നത്, അതായത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് പറയാൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നു, രമേശ് ചെന്നിത്തല അടക്കം പറയുന്നു. പക്ഷേ കോൺഗ്രസിൽ തന്നെ വിരുദ്ധമായൊരു അഭിപ്രായം കെ സുധാകരനിൽ നിന്ന് വന്നത് നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നു. ഇതിലൊരു പ്രതിപക്ഷത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നിലപാടിനെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ നോക്കൂ, കർണാടക സർക്കാർ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറയുകയാണ് സിദ്ധരാമയ്യ പറയുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി 100 വീടുകൾ. അപ്പോൾ അത് 200 വീടുകളായി. ആ തരത്തിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും വലിയ രീതിയിൽ ഒരു തുറന്ന സമീപനം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രതികരണങ്ങളെ കാണുന്നത്? അല്ല, പൊതുവേ വളരെ പോസിറ്റീവായി തന്നെയാണ് ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടായാലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായാലും കാണുന്നത്. അങ്ങനെ മനുഷ്യന് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു നിലയിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണ്. എല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട സമയമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റെല്ലാ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് ആളുകൾ കൈകോർത്ത് നിൽക്കണം. കൈകോർത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മനുഷ്യന് ചിന്തിക്കാനാകൂ, പ്രവർത്തിക്കാനാകൂ. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ പല നിലയിലുള്ള സഹായങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഒരു ക്രമീകരണം വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നസ്മൃതി, ഇപ്പോൾ ആളുകൾ ആവശ്യമില്ലാതെ ഈ ഇടങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരുപക്ഷെ അതിനെ നമുക്ക് ആ നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. ഡാർക്ക് ടൂറിസമായി അതിനെ കാണേണ്ടതുണ്ട്. ആളുകൾ വരിക, ഇത് ലോകത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഡിസാസ്റ്റർ ടൂറിസമായി ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കാം. ഇങ്ങനെ അപകടം നടന്ന, ദുരന്തം നടന്ന സ്ഥലം പിന്നീട് ആളുകൾ വന്ന് കാണുന്നു, വീഡിയോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒരു കാര്യമില്ലാതെ അവിടെ വരികയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ അവരുടെ മനസ്സ് ഈ ദൗത്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, രക്ഷാപ്രവർത്തനവും മറ്റുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ ശരീരം മാത്രമേ എവിടെയാണോ അവിടെയുള്ളൂ. അത് ലോകത്തുള്ള മലയാളികൾ മാത്രമല്ല, മനുഷ്യരിലാകെ തന്നെ ആ ചിന്തയാണ്. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ ഇവിടെ വേണം എന്നുള്ളതിന്
ഒരു നിർബന്ധവുമില്ല. ആവശ്യമാണെങ്കിൽ മാത്രം ഇടപെടുക. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ, രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെ വരുന്നത് സ്വാഭാവികം. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം, അവരുടെ നിർദ്ദേശങ്ങളുണ്ടാവും, അതൊക്കെ സ്വാഭാവികം. അതല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഒരു ഡിസാസ്റ്റർ ടൂറിസമായി പലപ്പോഴും ഇത് മാറുന്നു എന്നുള്ളതാണ്. ആളുകൾ പലയിടങ്ങളിൽ നിന്നും വരുന്നു. ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു അനുഭവം ഒരു ഉത്തരവാദിത്തപ്പെട്ടയാൾ പങ്കുവെച്ചത്, ഒരാൾ അവിടെ വന്ന് ഉച്ച സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ അപ്പുറത്ത്. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തോട് പോകാൻ വേണ്ടി പറയുന്ന സ്ഥിതിയാണുള്ളത്. പല കാര്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇപ്പോൾ വളണ്ടിയർമാർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആവശ്യത്തിലധികം വളണ്ടിയർമാരുടെ ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ വളണ്ടിയർ പ്രവർത്തനം എന്ന് പറയുന്നു. പിന്നെ അതിന്റെ ഭാഗമായി ചില ആളുകൾ മൈക്രോ മൈനോറിറ്റി വെറുതെ സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നാളെ മുതൽ നിർബന്ധമാവുകയാണോ? അല്ല, അത്തരം കാര്യങ്ങൾ നമ്മൾ ഇപ്പം നിലവിൽ തന്നെ അതിൽ കൃത്യമായ പരിശോധനയുണ്ട് സന്നദ്ധ പ്രവർത്തകരുടെ കാര്യത്തിൽ. അതിലൊന്നും വേറെ പുതിയ നിലപാടുകളൊന്നും വരുന്നില്ല. നിലവിലുള്ള സംവിധാനങ്ങൾ തുടരും. എന്നാൽ അതിലൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ആവശ്യമില്ലാതെ ഇപ്പോൾ ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരാനും പ്രവർത്തിക്കാനും തയ്യാറാണ്. അവരുടെ നല്ല മനസ്സിനെ അതേ അർത്ഥത്തിൽ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ?